الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الخاسرون. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധയോടെ തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഅ്മിനീങ്ങളായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൊത്ത് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കെ, ഒളിച്ചു താമസിക്കെ അവിടം വരെ എത്തിയ സത്യനിഷേധികൾ പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടില്ല. കാണുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലുമില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. ആ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും. അപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ, അർപ്പിച്ചാൽ, മനുഷ്യർ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി അവനെ ഏൽപ്പിച്ച, അവനിൽ തവക്കുൽ ചെയ്ത ഒരാളെയും അള്ളാഹു തആല കൈവിടിയുകയില്ല, കൈവിടില്ല. അവൻ്റെ കാര്യം അള്ളാഹു തആല ഏറ്റെടുത്ത് നടത്തും എന്നതിൻ്റെ ഒരു പാഠമാണ് കഴിഞ്ഞ 2 ഖുതുബകളിലായിട്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി മദീന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ യാത്ര ആരംഭിച്ചു. ആ യാത്ര പ്രതീക്ഷകൾ പുലരാനുള്ള യാത്രയാണ്. പ്രതീക്ഷകൾ പുലരാനുള്ള യാത്ര, പ്രവചനങ്ങൾ സത്യമാകാനുള്ള യാത്ര. എന്തായിരുന്നു പ്രവചനം? എന്തായിരുന്നു പ്രതീക്ഷ? ആ പ്രതീക്ഷയും പ്രവചനവും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷ പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയും നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ നബുവത്തിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച് കുറച്ചാളുകളൊക്കെ പ്രവാചകൻ്റെ കൂടെ വിശ്വസിച്ച് വളരെ ന്യൂനപക്ഷമായിട്ട് അവർ മക്കയിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കെ
വലിയ അക്രമമർദ്ദനങ്ങളും പീഡനമുറകളും ഒക്കെ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും വിശ്വാസികളായ ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കഅബയുടെ ഓരത്ത് ചാരത്ത് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നു. നമ്മൾക്കറിയാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് ഖബ്ബാബ് എന്നാണ്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, അലാ തസ്തൻസിറു ലനാ, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? എന്താണ് കാര്യം? പുറംഭാഗം കാണിച്ചു കൊടുത്തു. അടിയുടെ പാടുകൾ, മർദ്ദനത്തിൻ്റെ പാടുകൾ, അടയാളങ്ങൾ. എന്തോരം അടിയും പ്രയാസങ്ങളും ആണ് ഇവിടെ, അക്രമമർദ്ദനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നബിയെ, അള്ളാഹുവിനോട് താങ്കൾ ഞങ്ങൾക്ക് സഹായം തേടുന്നില്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ തേടുന്നുണ്ടെന്നോ വിഷമിക്കണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ വേറൊരു രൂപത്തിൽ പറഞ്ഞു. അതാണ് ഞാൻ പ്രവചനവും പ്രതീക്ഷയും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഖബ്ബാബ്, ഈ മാർഗം എന്തെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് സത്യത്തിൻ്റെ മാർഗമാണ്. ഈ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് എന്നും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എന്നല്ല, ഇതിനേക്കാളും തീക്ഷ്ണമായ അനുഭവങ്ങൾ, നോവേറിയ അനുഭവങ്ങൾ, പ്രയാസകരമായ അനുഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഞാൻ 2 ആളുകളെ കുറിച്ച് പറയാം. അത് പ്രവാചകന്മാരും മഹത് വ്യക്തിത്വങ്ങളുമാണ്. ഒരാളെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇറക്കി നിർത്തിയിട്ട്, കുഴി വെട്ടി ആ കുഴിയിലൊരു മനുഷ്യനെങ്ങനെ നിർത്തിയിട്ട് ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് പകുതിക്ക് നിർത്തിയിട്ട് അയാളുടെ ശരീരം 2ആയിട്ട് ഈർച്ചവാള് കൊണ്ട് ഈർന്ന് പിളർത്തി പൊളിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വേറൊരാളെ ഇരുമ്പിൻ്റെ പല്ലുള്ള ചീർപ്പുകൾ കൊണ്ടുവന്ന് അയാളുടെ ശരീരം മുഴുവൻ വാർന്ന് എല്ലും മാംസവും വേർപ്പെടുത്തി. ഈ ഹദീസിൽ പറയാം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖബ്ബാബ്, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഏതൊരു ദൗത്യവുമായിട്ടാണോ നമ്മളിപ്പോൾ നിലവിലുള്ളത്, ഇറങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരു ചുമതലയാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ ഏതൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ മാർഗത്തിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടോ, നമ്മൾ ഒന്നിച്ചു പോകുന്ന ഈ യാത്രയില്ലേ, ഈ ലക്ഷ്യമില്ലേ, ഇത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത്, സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു യാത്രക്കാരന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. എങ്ങനെ സഞ്ചരിക്കുന്നറിയോ? ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നും പേടിക്കാതെ, പടച്ചോനെ മാത്രം പേടിച്ചിട്ട് നിർഭയമായി സൻആ മുതൽ ഹളറമൗത്ത് വരെ. അത് യമനിലെ സ്ഥലം, യമന്റെ തലസ്ഥാനാണ് സൻആ. ഹളറമൗത്ത് എന്നതും അവിടുത്തെ ഒരു സ്ഥലം. അന്നത്തെ കാലത്ത് ആ ഭാഗം എന്ന് പറഞ്ഞ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പേടിയായിരുന്ന കാലം. പാറ്റാത്ത പിടിച്ചുപറിക്കാർ, അക്രമികൾ, കൊള്ളക്കാർ, ജീവൻ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രദേശം, ഇങ്ങനെയുള്ള നാട്, ആ പ്രദേശങ്ങളിലൂടെ മനുഷ്യർ നിർഭയമായി സഞ്ചരിക്കുന്ന ഒരു കാലം വരും. ലാ യഖാഫു ഇല്ലല്ലാഹ്, പടച്ചോനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ പേടിക്കേണ്ടത് ചെന്നായ ആടിനെ പിടിക്കുന്നത് പേടിക്കണം. കാരണം ചെന്നായക്ക് മാറ്റം, ഈ പറഞ്ഞ അർത്ഥത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. ചെന്നായ്ക്കൾ ആടിനെ പിടിക്കുന്നതല്ലാതെ മറ്റൊന്നും പേടിക്കാതെ പടച്ചവനെ മാത്രം പേടിച്ച് സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു യാത്രക്കാരന് സഞ്ചരിക്കാൻ, നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു.
എന്നിട്ട് ഉത്തരം കൂടെ പറഞ്ഞു, വലാകിന്നക്കും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കരുത്. ധൃതി കാണിക്കുകയാണ്, ഇത് പൂർത്തിയാവും, ഇത് വിജയിക്കും, ഈ ദൗത്യം വിജയിക്കും, ഈ പറഞ്ഞ രൂപത്തിൽ ഈ സംഗതി വിജയിക്കും. ഖബാബ് റളിയല്ലാഹു അൻഹുവിനോട് ഇതിനു മുമ്പുള്ള അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മാർഗത്തിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വിശ്വാസികൾ എന്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സത്യവിശ്വാസം തന്നെയാണ് അവർ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം. സത്യവിശ്വാസത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ ശക്തികളും വിദ്വേഷത്തിൻ്റെ ശക്തികളും പിശാചിൻ്റെ കൂട്ടുകാരും അല്ലേ, കുഫറിൻ്റെ വക്താക്കളും ഒക്കെ വിശ്വാസത്തെയും വിശ്വാസികളെയും ശത്രുക്കളായിട്ട് കണ്ടിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്, ഇത് ചരിത്രമാണ്. പക്ഷേ ചരിത്രം ഇവിടെ അവസാനിക്കൂല. വലാകിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കാം. അപ്പം എന്താ പറഞ്ഞതെന്നറിയോ? ഒരു പ്രവചനത്തെക്കുറിച്ച്, ഒരു പ്രവചനം അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നടത്തുകയാണ്. എന്ത്? സന്നാ മുതൽ ഹദറമൗത്ത് വരെ ആടിനെ ചെന്നായ പിടിക്കുന്നതല്ലാതെ പിന്നെ പടച്ചവനെ മാത്രം പേടിച്ചും മനുഷ്യൻ സമാധാനത്തോടെ സ്വസ്ഥത. ഒരു കള്ളനും ഉണ്ടാവില്ല, ഒരു കൊള്ളക്കാരനും ഉണ്ടാവില്ല, ഒരു കുറ്റവാളി ഉണ്ടാവില്ല, ഒരു അക്രമി ഉണ്ടാവില്ല. രാജ്യത്ത്, മനുഷ്യ സമൂഹത്തിൽ, ലോകത്ത് ശാന്തിയും സമാധാനവും അക്ഷരാർത്ഥത്തിൽ പുലരുന്ന ഒരു കാലം വരും. എപ്പോൾ? ഈ ദീൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ. ഇതൊരു പ്രവചനം, ഇതൊരു പ്രതീക്ഷയും കൂടിയാണ്. രണ്ടാമത്തെ ഒരു പ്രവചനം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ടേ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയെ ലക്ഷ്യം വെച്ച്, നമ്മൾ പറഞ്ഞില്ലേ, മദീനയിലേക്ക് പോവാണ്. മദീന ലക്ഷ്യം വെച്ച് പോകുമ്പോൾ പോകുന്ന വഴിയിൽ പിന്നെയും ചില അനുഭവങ്ങൾ. സൗർ ഗുഹയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, 100 ഒട്ടകം മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചാൽ 100 ഒട്ടകം. ഇതും അവിടെ വമ്പിച്ച പ്രചാരണം നൽകപ്പെട്ടു. അങ്ങനെ വിദൂരമായ ഒരു ദേശത്ത് കൂട്ടുകാരോടൊത്ത് ഇരുന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പേര് സുറാഖ എന്നാണ്, സുറാഖത്ത് ബിൻ മാലിക്. ഈ സുറാഖ എന്ന് പറയുന്ന അയാൾ കുറച്ച് ധീരനും തൻ്റെ അടിയും അഭ്യാസിയും ഒക്കെയാണ്. സമൂഹ എന്താ പറയുക, കുറച്ച് ഒരു കാര്യമാത്ര പ്രസക്തനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ സുറാഖ ഈ വർത്തമാനം അവരുടെ സഭയിലും ഈ വർത്താനം എത്തി. മുഹമ്മദ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു, മുഹമ്മദിനെ പിടിച്ചാൽ 100 ഒട്ടകമാണ് സമ്മാനം. ഇത് വലിയ സമ്മാനമാണ്. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് വഴിയറിയുന്ന, യാത്രയറിയുന്ന, സഞ്ചാരമറിയുന്ന സുറാഖ തൻ്റെ കുതിരപ്പുറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പുറപ്പെട്ടു. തേടി അങ്ങനെ അലഞ്ഞ്, ഇദ്ദേഹത്തിന് വഴിയും സഞ്ചാരമൊക്കെ അറിയുന്ന ആളാണല്ലോ. അങ്ങനെ അറിഞ്ഞ് അങ്ങനെ നടന്നു പോകുമ്പോൾ മരുഭൂമിയിലൂടെ 2 പേരിങ്ങനെ നടന്ന് ഒട്ടകപ്പുറത്ത് പോകുന്നു. 2 പേര് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. അടുത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഇത് മുഹമ്മദാണ്. മുഹമ്മദും കൂടെ അബൂബക്കറുമുണ്ട്. അപ്പൊ ആവേശപൂർവ്വം കുതിരയെ മുന്നോട്ട് നയിക്കുന്നു സുറാഖ. പക്ഷെ കുതിര മുന്നോട്ട് പോകുന്നില്ല. കുതിരയുടെ കാല് മണലിൽ ആണ്ടുപോവുകയാണ്. ആണ്ട് പോവുകയാണ്. അപ്പൊ സുറാഖ നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തിരിഞ്ഞു നോക്കി. അപ്പോൾ ആരാണ്? ഒരു മനുഷ്യൻ. ഇതാ അവിടെ അദ്ദേഹത്തിന്റെ വാഹനം ഇതിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇതിങ്ങനെ ആണ്ടുപോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ഇപ്പം ഞാൻ രക്ഷപ്പെടുത്താം. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ഈ മണ്ണിൽ പൂണ്ടുപോകുന്ന ഈ വാഹനത്തെ ഞാൻ രക്ഷപ്പെടുത്തി അയക്കാം. പക്ഷെ നീ തിരിച്ചു പോകണം സുറാഖ, ഞങ്ങളെ പിന്തുടരരുത്. മാത്രമല്ല ഞങ്ങളെ കണ്ട വിവരം പറയരുത്, ആരോടും പറയരുത്. ഓക്കെ, എങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു സുറാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പറയുക, കുതിരയ്ക്ക് ആ മണലിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ സാധിച്ചു. അങ്ങനെ സുറാഖ തിരിഞ്ഞു പോവാ. പക്ഷേ സുറാഖയുടെ മനസ്സ് പിന്നെയും 100 ഒട്ടകം എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ പിന്തുടരാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അടുത്ത് വരെ എത്തിയപ്പോൾ ഇതാ വീണ്ടും നേരത്തെക്കാളും മോശപ്പെട്ട അവസ്ഥയിൽ ഈ കുതിരയുടെ കാല് മണ്ണിലേക്ക് ആണ്ടാണ്ട് പോയ അവസ്ഥ. സുറാഖ പിന്നെയും നിലവിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. ഇതാ സുറാഖ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പിന്തുടരരുത്. സുറാഖ പറഞ്ഞു, ഇനി ഒരിക്കലുമില്ല, സത്യം എന്ന് പറഞ്ഞു. സത്യം ചെയ്താലൊക്കെ അവർക്ക് വലിയ വിലയാണ്. സത്യമായിട്ടും ഞാൻ ഇനി താങ്കളെ ഉപദ്രവിക്കില്ല, താങ്കളെ കണ്ട ഒരു കാര്യം ഒരാളോടും പറയില്ല, ഇപ്പം എന്നെ രക്ഷപ്പെടുത്തണം. സുറാഖയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സുറാഖയുടെ എന്താ പറയുക, വാഹനം പിന്നെയും അവിടെ നിന്ന് കയറി. സുറാഖ തിരിഞ്ഞു പോകാൻ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുറാഖയോട് പറഞ്ഞു, സുറാഖ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? പേർഷ്യയില്ലേ, പേർഷ്യ ചക്രവർത്തി, ആ പേർഷ്യൻ ചക്രവർത്തിയില്ലേ സീസർ, എന്താ പറയുക, കൈസർ, ഈ പേർഷ്യൻ ചക്രവർത്തിയുടെ
കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ചില വളകളില്ലേ, ആഭരണങ്ങൾ, അത് നിന്റെ കയ്യിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും സുറാഖ? ഇതെന്താണ് ഈ പറയുന്നത്? സുറാഖ അത്ഭുതത്തോടെ ചിരിച്ചു. പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടം നിന്റെ തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും സുറാഖ? ഇത് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഒരു വട്ടാണോ എന്നല്ലേ ചിന്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ സുറാഖ ചിരിച്ചു. പേർഷ്യൻ ചക്രവർത്തിയുടെ കയ്യിലെ വളകൾ എൻ്റെ കയ്യിലും പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടം എൻ്റെ തലയിലും, എന്തൊക്കെയാണ് മുഹമ്മദ് നിങ്ങൾ പറയുന്നത്? ആ സുറാഖ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ സുറാഖ, നീ പൊയ്ക്കോ, കണ്ട വിവരം ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുറാഖയെ മടക്കി അയക്കുന്നു. അതും എന്താണ് ആ പ്രവചനം എന്നറിയോ? സുറാഖ പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടവും അയാളുടെ കയ്യിലണിഞ്ഞിട്ടുള്ള വളകളും നിന്റെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അല്ലേ? ഇതും ഒരു പ്രവചനം. അപ്പോൾ 2 പ്രവചനായി. 2 പ്രവചനങ്ങളും സൊന്നാ മുതൽ ഹദറ മൗത്ത് വരെ ഒരു മനുഷ്യന് ആടിനെ ചെന്നായി പിടിക്കുന്നുവല്ലാതെ ഒന്നും പേടിക്കാതെ സമാധാനത്തോടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു കാലം വരുമെന്ന പ്രവചനവും, സുറാഖ എന്ന മനുഷ്യനോട് നിന്റെ കയ്യിൽ കിസ്റയുടെ വള, പേർഷ്യൻ ചക്രവർത്തിയുടെ വളയും നിന്റെ തലയിൽ ആ കിരീടവും വെച്ചാൽ എങ്ങനെയുണ്ടാകും എന്നുള്ള ചോദ്യവും, ഈ 2 പ്രവചനങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി മദീനയിലേക്ക് നടന്നു. വാഹനം അബൂബക്കർ സിദ്ദീഖും. ദിവസങ്ങളോളം നീണ്ട യാത്ര, കഥ പറയല്ല, ദിവസങ്ങളോളം നീണ്ട യാത്ര. അവിടെ എത്തി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ വരുന്നുണ്ടോ നോക്കിയിട്ട് ആളുകൾ വന്നിട്ട് അതിർത്തി വരെ വന്നു, കാത്തുനിന്നു. അവിടെ നേരത്തെ പോയ മുസ്ലിങ്ങളുണ്ട്, അവിടെ സഹായികളായ അൻസാറുകളുണ്ട്. എല്ലാവരും ആകാംക്ഷപൂർവ്വം പ്രവാചകന്റെ വരവ് കാത്തിരിക്കുക. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുക. ആ കാഴ്ച അവരങ്ങോട്ട് കാണുന്നു. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജീത ബിൽ അംരിൽ മുതാഇ ജീത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ എന്ന് മനോഹരമായി പാടി, ഈണത്തിൽ പാടി. കുട്ടികളൊക്കെ ദഫമുട്ടി കൈയടിച്ച്, അറബികളുടെ പ്രത്യേക സ്റ്റൈലുണ്ട് കേട്ടോ, വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവരിങ്ങോട്ട് സ്വീകരിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ ഇറങ്ങി. അത് കുറേ അതിൻ്റെ വേറെ വഴിക്ക് പറയാൻ, അതിലേക്കല്ല പോകണം. അങ്ങനെ അവിടെ താവളമടിച്ചു. ആദ്യം മസ്ജിദുൽ ഖുബ, ആദ്യം ഇറങ്ങിയെടുത്ത് ഒരു പള്ളി ഉണ്ടാക്കിയത്. അതാണ് മസ്ജിദുൽ ഖുബ. നമ്മളൊക്കെ ഉംറക്ക് പോകുമ്പോൾ കാണും. ആ പള്ളിക്ക് പ്രത്യേകത ഉണ്ട്. അവിടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉംറ ചെയ്ത കൂലിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് മുതൽ ഇതുവരെ, കാരണം മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ്. പിന്നെ കുറച്ചും കൂടി സൗകര്യം പരിഗണിച്ചിട്ട്, കുറച്ചും കൂടി വിശാലമായ സ്ഥലം പരിഗണിച്ചിട്ട് വിലക്ക് വാങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അങ്ങോട്ട് മാറി. അതാണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അപ്പോൾ അവിടെ പള്ളി ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് മാറി മദീന കേന്ദ്രമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. അനുകൂലമായ നല്ല അന്തരീക്ഷം. മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കരാർ ചെയ്തു. ആ കരാറൊക്കെ അവർ മാന്യമായി പൂർത്തീകരിക്കുക, എല്ലാവിധ സൗകര്യവും കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് ദീനിൻ്റെ പ്രചാരണവും പ്രബോധനവും നടക്കുന്നു. പിറ്റേ വർഷം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മദീനയെ ആക്രമിക്കാനും പ്രവാചകനെ ആക്രമിക്കാനും വേണ്ടി ഖുറൈശികൾ ഒരുങ്ങി വന്നു. ബദർ യുദ്ധം ഉണ്ടായി, ഒന്നും സംഭവിച്ചില്ല. ബദറിൽ അവർ തോറ്റോടി ഇല്ലേ. പിന്നെ ഉഹദ് ഉണ്ടായി. അങ്ങനെ പല സംഘടനകളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് വെറും 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നല്ലേ? 10 വർഷം, അഥവാ മൊത്തം നോക്കിയാൽ 23 വർഷം അനുകൂലമായ സാഹചര്യത്തിൽ 10 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വചനം ഇങ്ങനെ ആയത്ത് സൂറത്ത് ഇങ്ങനെ ഇറങ്ങി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. കണ്ടോ എന്താണെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നുകൊണ്ടിരുന്നാൽ, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടമായി ആളുകൾ ദീനിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ,
അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ സഹായം വരുന്നു, വിജയം വരുന്നു. കൂട്ടം കൂട്ടമായി ഗ്രാമങ്ങൾ, പ്രദേശങ്ങൾ, ഗോത്രങ്ങൾ, നാടുകൾ ഒന്നിച്ചൊന്നിച്ച് അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ ഏതുവരെ കിടക്കുന്നെന്ന് അറിയാം. ഇന്നത്തെ എത്ര രാജ്യങ്ങളായിട്ട് ആ കിടക്കണ ആ നാടുകളും പ്രദേശങ്ങളും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക്, ഈ ദീനിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരും. അഫ്വാജൻ. പക്ഷെ അഹങ്കാരം വേണ്ടട്ടോ. വിജയം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ വേഗം അഹങ്കരിക്കും. അതൊക്കെ ഒരു പാടായിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ സ്തുതിച്ച് അവൻ്റെ മഹത്വത്തെ വാഴ്ത്തി തസ്ബീഹ് ചൊല്ലി ഇരുന്നാൽ മതി കേട്ടോ. അഹങ്കാരം വേണ്ടേ. ആഹ്ലാദ പ്രകടനം നടത്തി വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള സമയമല്ലട്ടോ. ആജാതി പരിപാടിയൊന്നുമില്ല. പടച്ച റബ്ബ് പൊറുക്കുന്നവനാ. എല്ലാം പൊറുക്കുന്ന റബ്ബിലേക്ക് അവൻ്റെ മഹത്വത്തെ വാഴ്ത്തി പ്രകീർത്തിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് വിനീതനായിക്കൊള്ളൂ എന്ന് പിന്നെ പറഞ്ഞു. നമ്മൾ പോയിന്റ് എന്താണെന്നറിയോ? ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക. അങ്ങനെ ഒഴുകി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നല്ലേ? വെറും 10 കൊല്ലക്കാലം കൊണ്ട് എന്തൊക്കെ പ്രവചനങ്ങൾ അള്ളാഹിൻ്റെ റസൂല് നടത്തിയോ, എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടോ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ആ പ്രവചനങ്ങൾ പുലരുകയും ആ പ്രതീക്ഷകൾ സത്യമാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം അത് പുലരുകയും ചെയ്തു. ആ വാഗ്ദാനം എന്തായിരുന്നു എന്നറിയോ? അത് സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിലെ വാഗ്ദാനമാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലിസ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. അള്ളാഹു തആല വാഗ്ദാനം നൽകിയിരിക്കുന്നു. ലയസ്തഖലിഫന്നഹും ഫിൽ അർദ്. ഭൂമിയിൽ അവരെ പ്രതിനിധികളാക്കും, ഭൂമിയുടെ അവകാശികളാക്കിയിട്ട് അവരെ മാറ്റും. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. അതിന് മുമ്പുണ്ടായ ആ അങ്ങനെ ഭൂമിയുടെ അവകാശികളും അനന്തരാവകാശികളും പ്രതിനിധികളുമാക്കിയിട്ടുള്ള ആ ചരിത്രം പോലെ ചരിത്രം ആവർത്തിക്കും. വലയുമക്കിനന്നഹും ലഹും ദീനഹും. അവരുടെ ദീനിന് സ്വാധീനം നൽകും. അവരുടെ ദീനിന് സ്വാധീനം നൽകും. ആ ദീൻ ഏതാണെന്നറിയോ? ഇർത്തലാലഹും. അവർക്ക് വേണ്ടി റബ്ബ് തൃപ്തിപ്പെട്ടു കൊടുത്ത, അവരവരുടെ നെഞ്ചിലെ ചോര പോലെ കാത്തു സൂക്ഷിക്കുന്ന, ചങ്കിലെ ചോര പോലെ കാത്തു സൂക്ഷിക്കുന്ന ദീനില്ലേ, ആ ദീനിനെ അല്ലാഹു തആല സ്വാധീനം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഈ പേടിയും ബേജാറും അസ്വസ്ഥതയൊക്കെ മാറി അല്ലാഹു തആല അവർക്ക് നിർഭയത്വം നൽകും. യഅ്ബുദൂനനി. എന്നെ മാത്രം അവർ ആരാധിക്കുകയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യും. ലാ യുശ്രികൂന ബി ശൈഅ. ഒന്നിനെയും എന്നിൽ പങ്കു ചേർക്കാതെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകനായ അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിച്ച്, നിർഭയമായിട്ട് ജീവിച്ച്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നാഥൻ നൽകിയ തങ്ങളുടെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാ സ്വാധീനവും ഈ ദീനിന് കൈവന്ന് സ്വസ്ഥമായി ശാന്തമായി സമാധാനപൂർവം വിശ്വാസികൾ ജീവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വാഅദ കൊടുത്തതാണ്, വാക്ക് കൊടുത്തതാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവിടെ പുലർന്നു. വെറും 10 കൊല്ലം കൊണ്ട്. അതാ നമുക്ക് കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോഴേ ഈ പറഞ്ഞ സംഗതികളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ദീനിനെ, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ലേ? അങ്ങനെ ഒരവസ്ഥ അള്ളാഹുവിൻ്റെ റസൂലിന് ആയത്തിറങ്ങുമ്പോൾ ഇതായിരുന്നു സാഹചര്യം. എന്തായിരുന്നു ആദ്യത്തെ സാഹചര്യം എന്നല്ലേ? ആ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുക. ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്ന, കാണുന്ന കല്ലും കരടും കാഞ്ഞിരക്കുറ്റിയും ഒക്കെ ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന, ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന സമൂഹം ഏകനായ റബ്ബിൻ്റെ അടിമകളായിട്ട് മാറി. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിച്ചപ്പോൾ അവരുടെ സംസ്കാരം മാറി, അവരുടെ സ്വഭാവം മാറി. ഉന്നത ധാർമ്മിക മൂല്യങ്ങളുള്ളവരായിട്ട് അവർ മാറി, ഉന്നത സദാചാരബോധമുള്ളവരായിട്ട് അവർ മാറി. വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെട്ടു. അതുവഴി കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെയോ സാമൂഹ്യമായ വമ്പിച്ച മാറ്റങ്ങളുണ്ടായി. മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്ന, സന്തോഷപൂർവ്വം ജീവിക്കുന്ന സാഹചര്യം വന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ അവരുടെ സമാധാനപൂർണവും ശാന്തവുമായ ജീവിതത്തിന് വിലങ്ങുതടിയായി ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ പിഴുതുമാറ്റപ്പെട്ടു അല്ലേ? ഒരാളും മനുഷ്യൻ്റെ മേൽ ആധിപത്യം വാഴുന്നവരല്ല, പടച്ച റബ്ബല്ലാതെ. മനുഷ്യരൊരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണെന്ന് പറഞ്ഞു. അടിമയും ഉടമയും ഉണ്ടായിരുന്നു, കറുത്തവനും വെളുത്തവനുണ്ടായിരുന്നു, ഖുറൈശിയും അല്ലാത്തവനുണ്ടായിരുന്നു, മുന്തിയ കുടുംബക്കാരനും താണ കുടുംബക്കാരനും ഗോത്രക്കാരനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചവിട്ടി പൊളിച്ച അല്ലാഹുവിൻ്റെ റസൂല്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാ
ഗോത്ര പാരമ്പര്യമല്ലേ, നിങ്ങളെ കുടുംബ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ വലിയ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടിയില്ലേ, അതൊക്കെ ഞാൻ എൻ്റെ കാലിനടിയിലിടാ ചവിട്ടി താഴ്ത്തുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ഗോത്ര പാരമ്പര്യത്തെ ചവിട്ടി താഴ്ത്തി അതിൻ്റെ പേരിലുള്ള അഹങ്കാരവും പരസ്പരമുള്ള പോരും അവസാനിപ്പിച്ചു. പിന്നെ പറഞ്ഞത് പലിശ സമ്പ്രദായം, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായത്തെ അവസാനിപ്പിച്ചു. മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥ സദഖയിലൂടെ, സക്കാത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. അടിമകളും ഉടമകളും ഇല്ലാതെ. നേരത്തെ പറഞ്ഞല്ലേ, ബിലാൽ ഇബ്നു റബാഹിനെ കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി, പ്രവാചകന്റെ ചുമരിൽ ചവിട്ടി കഅബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ചു. അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം പ്രഖ്യാപനം എന്ന് പറയുന്നത്. ബിലാൽ ഇബ്നു റബാഹ് അല്ലേ, ആട്ടും തുപ്പും വെച്ചിട്ട് അല്ലേ, ബിലാലിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞാൽ കരഞ്ഞു പോവും. വായിച്ചാലേ കരഞ്ഞു പോവും. നമ്മളെ മനസ്സിലൊരു ഈമാനിൻ്റെ തരി ഉണ്ടെങ്കിൽ കരഞ്ഞു പോവും. ആ ബിലാലിനെയാണ് അള്ളാഹിൻ്റെ റസൂല് കഅബയിലേക്ക് ചവിട്ടി കയറ്റിയിട്ട്, സ്വന്തം ചുമലിൽ ചവിട്ടിയിട്ട് അവിടെ കയറാൻ പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ചത്. അതാണ് സാമൂഹ്യ മാറ്റം. അധസ്ഥിതരായി കിടന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ജീവിക്കാനേ അവകാശമില്ല എന്ന് പറഞ്ഞ പെണ്ണിനെ ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നിട്ട് അന്തസ്സും അഭിമാനവും കൊടുത്തിട്ട് അവളെ ഹുറുമയാക്കി, ഹരീമാക്കി. ഹരീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെണ്ണിന് അറബ് ലോകത്ത് ഗൾഫിൽ പോയവർക്ക് അറിയാം, ഹരീം എന്ന് പറയും, ഹുർമ എന്ന് പറയും. ഹുർമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹുർമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പെണ്ണെന്നൊന്നല്ല, പവിത്ര, ആദരണീയ, ബഹുമാന്യ. അതാ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് പ്രഖ്യാപിച്ചു. പെണ്ണിനെ, അടിമയെ, തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവൻ്റെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് കൂലി കൊടുക്കാത്തവൻ അന്ത്യനാളിൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കില്ല, ഞാൻ അവനെ എതിരാണെന്ന് പറഞ്ഞു. കഴിയാത്ത പണി അവനെ കൊണ്ട് എടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആരൊക്കെ അവിടെ ദുനിയാവിൽ സാധാരണഗതിയിൽ കഷ്ടപ്പെട്ടോ? പട്ടിണി കിടക്കുന്നോ? ദാരിദ്ര്യമുണ്ടോ? ഒരു മനുഷ്യനും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ദാരിദ്ര്യം സൂക്ഷിക്കണം. കാതൽ ഫഖ്റു അയ്യക്കൂന കുഫ്റ, അത് കുഫറിലേക്ക് നയിക്കും. ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. സംരക്ഷകനില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ നാട്ടിൽ സംരക്ഷണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അനാഥയുണ്ടോ? ഞാനാണ് അവൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞു. അഗതിയുണ്ടോ? ഞാനാണ് അവരുടെ സംരക്ഷകൻ. അൽ ഹാക്കിമു വലിയുമല്ല വലിയ ലഹു, ഒരു നാടിൻ്റെ നേതാവ് ആ നാട്ടിലെ പാവപ്പെട്ട സംരക്ഷിക്കാൻ ആളില്ലാത്തവൻ്റെ സംരക്ഷകനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യനെ ദുനിയാവിൽ തന്നെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. മതത്തെക്കുറിച്ച് പൊതുവെ പറയേ, കുറേ പറയാൻ നേരല്ല, നിർത്താം. മതത്തെക്കുറിച്ച് പൊതുവെ എന്താ പറയാന്നറിയോ? മതം എന്ന് പറഞ്ഞാൽ അത് പരലോകം, സ്വർഗം, നരകം, ആത്മീയ കാര്യങ്ങൾ പള്ളിക്കുള്ളിൽ ഒതുങ്ങണം. അത് നിങ്ങൾ ഏത് മതത്തെക്കുറിച്ചാണ് പറയണത്? ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തെ ഒരുപോലെ കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കുന്ന ദർശനമാണ്. ഈ ദുനിയാവിൽ ശാന്തി, ദുനിയാവിൽ സമാധാനം, ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. ഇവിടെ സന്നാ മുതൽ ഹലറമത്ത് വരെ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാം, നിർഭയമായി ജീവിക്കാവുന്നൊരു കാലം വരും. പട്ടിണി ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവില്ല, ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവില്ല, അടിമ ഉടമ വ്യത്യാസം ഉണ്ടാവില്ല, കറുത്തവൻ വെളുത്തവൻ ഉച്ചനീചത്വം ഉണ്ടാവില്ല, അല്ലേ? ഇങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ തന്നെ സമാധാനത്തോടെ ജീവിക്കും. അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കൊരു ജീവിതം നൽകാനാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിറസൂലിഹി ഇദാ ദആകും ലിമാ യുഹ്യീകും. അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കൂ. നിങ്ങൾക്കൊരു ജീവിതം നൽകാൻ, നിങ്ങൾക്കൊരു ജീവിതം നൽകാൻ. അതെന്താണെന്നറിയോ? അത് ദുനിയാവിലുള്ള ജീവിതം. അപ്പോൾ മതം പരലോകത്തെ പറഞ്ഞോട്ടെ, ഞങ്ങൾ ദുനിയാവിൻ്റെ കാര്യം പറയുന്ന ആൾക്കാരാന്ന് പറഞ്ഞ് കുറേ ഇസങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ദീൻ അങ്ങനെയല്ല. നമ്മുടെ ദീൻ ജനിച്ചു മരിക്കുന്നത് വരെയുള്ള മുഴുവൻ ജീവിത മേഖലകൾക്കും നിയമനിർദ്ദേശങ്ങൾ നൽകുന്ന സമഗ്രവും സമ്പൂർണ്ണ വ്യവസ്ഥ. ആ വ്യവസ്ഥ അവിടെ പുലർന്നു. ഇതിലെ സൊന്നാ മുതൽ ഹലറ മൗത്ത് വരെ മനുഷ്യന് സമാധാനത്തിൽ നടക്കാൻ പറ്റുന്ന ഒരു കാലം വന്നു. സുറാഖക്ക് എന്ത് സംഭവിച്ചു? അതുകൂടെ പറഞ്ഞിട്ടേ ഒരു മിനിറ്റ് ഉണ്ടോ. സുറാഖക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ? സുറാഖയോട് പറഞ്ഞില്ലേ, സുറാഖ കിസ്റയുടെ വള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ, ആഭ്യന്തര പ്രശ്നങ്ങളും ബാഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം ശരിയാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 10 കൊല്ലക്കാലം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് കൊണ്ടുനടന്നു. ലോകം കണ്ട ഏറ്റവും മാന്യനും നീതിമാനുമായ ഭരണാധികാരി, അല്ലേ? ആ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യവുമായി പോരാട്ടമുണ്ടായി. പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി അവർ പരാജയപ്പെട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടവും ചക്രവർത്തി അണയുന്ന വളകളും അവിടെ നിന്ന് മദീനയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് വന്നു. റളിയല്ലാഹു അൻഹു ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടി, എവിടെ സുറാഖ ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും എന്ന് ചോദിച്ചു. സുറാഖ. അപ്പോൾ ഒരാളിങ്ങനെ വന്നു, ഞാൻ സുറാഖ, ഇതാ സുറാഖ. സുറാഖ,
അള്ളാന്റെ റസൂല് താങ്കളോട് പറഞ്ഞിട്ടില്ലേ, ആ പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടം താങ്കളുടെ തലയിൽ വെക്കുന്നു പറഞ്ഞിട്ടില്ലേ? സുറാഖ ഇങ്ങോട്ട് വാ. സുറാഖയുടെ കലയിൽ ആ കിരീടം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വെച്ചു. സുറാഖ കൈന്നിട്ട് ആ വളകൾ അള്ളാന്റെ റസൂല് പറഞ്ഞ ആ വാഗ്ദാനല്ലേ, ആ വളകൾ സുറാഖയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു, അണിയിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം ഇത് അവിടെ പുലർന്നിരിക്കുന്നു അല്ലേ? ഇതാണ് ദീൻ സമഗ്രമായിട്ട് സമ്പൂർണ്ണമായിട്ട് സ്ഥാപിതമാകുന്ന മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പമാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. ദുനിയാവും ആഖിറവും ഒരുപോലെ മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്ന ദീന. അതാണ് ഹിജ്റയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. അതിന് പിന്നെ ഒരുപാട് അപജയങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചു. പക്ഷെ നമ്മൾ തിരിച്ചു നടക്കും. നമ്മുടെ ദീനിൻ്റെ ഇസ്സത്തും അന്തസ്സും നമ്മൾ മുറുകെ പിടിക്കും. അതാണ് നമ്മുടെ ദീനെന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അഭിമാനം കൊള്ളുക. എന്നിട്ട് പറയണം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം എൻ്റെ മരണമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക. എൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കണം നമ്മൾ കേട്ടോ. അതാണ് ഈ ഹിജ്റയിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ ഓർമ്മപ്പെടുത്തണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ നാഥ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ റബ്ബേ. താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുത് തമ്പുരാനെ. അഥവാ നീ ഞങ്ങളെ പരീക്ഷിക്കുന്നുവെങ്കിൽ പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ ക്ഷമയോടെ സഹനത്തോടെ നേരിടാനുള്ള കരുത്തും കഴിവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ ക്ഷമയും സ്ഥൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദീൻ നിന്റെ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീൻ, ആ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ആ ദീനിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നിലകൊള്ളാൻ, അതിലഭിമാനം കൊള്ളാൻ, ആ ദീനിൽ ജീവിച്ച് ദീനിൽ തന്നെ മരിക്കും, ദീനിന് വേണ്ടി ജീവിച്ച് ദീനിന് വേണ്ടി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ട് തീരാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام.